ലോകത്തിന്റെ മോഹങ്ങൾക്ക് പടുകുഴിയിലേക്ക് പെട്ടുപോകുന്ന കാലഘട്ടമാണ്. എപ്രകാരമാണ് സന്തോഷം പ്രാപിക്കുവാൻ സാധിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതായ അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതം നിരാശയോടും ഭാരത്തോടുമായിരിക്കുമ്പോൾ ആശ്വാസത്തിന്റെ നായകനായ ക്രിസ്തയേശു മുഖാന്തരമായി വ്യക്തിപരമായി ബന്ധം സ്ഥാപിച്ചാൽ എന്നേക്കുമായി സമാധാനം പ്രാപിക്കുവാൻ സാധിക്കും. ഓരോ കുടുംബത്തെയും വ്യക്തിപരമായി എടുത്തു നോക്കിയാൽ നീറുന്ന വിഷയത്താൽ ഭാരപ്പെടുന്ന മാതാപിതാക്കന്മാരെ കാണുവാൻ സാധിക്കും. എന്താണ് കാരണം? അവരുടെ മക്കൾ നല്ല വിദ്യാഭ്യാസം ഉള്ള കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ തിരുവചനം അനുശാസിക്കുന്ന ഏറ്റവും പ്രാധാന്യമായ തിരുവചനമാണ്, യൗവനകാലത്തിൽ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അഖിലാണ്ടത്തിന്റെ ഉദയവനായ സൃഷ്ടാവിനെ അറിയുന്നുവെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷവും പ്രത്യാശയും പ്രാപിക്കുവാൻ സാധിക്കും. അനേക കുഞ്ഞുങ്ങളൊക്കെയും വഴിതെറ്റി പോകുന്നതായ കാലങ്ങളാണ് ജീവിക്കുന്നത്. അവര് ഇപ്രകാരം കോളേജിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലേക്കെയും പോയി ഉപരിപഠനത്തിന് പോകുമ്പോൾ തങ്ങളുടെ ജീവിതം നീറുന്ന വിഷയത്താൽ ഭാരപ്പെടുകയാണ്. അല്പസമയം സന്തോഷത്തിനു വേണ്ടി സുഹൃത്തുക്കൾ മുഖാന്തരം കഞ്ചാവ്, ലഹരി പദാർത്ഥങ്ങളൊക്കെയും അല്പ ടേസ്റ്റ് രുചിച്ചു നോക്കിയാൽ അതില്ലാതെ മുൻപോട്ട് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കടന്നു വരുന്ന യുവതലമുറയാണ്. ഈ തലമുറയെ നേരായ പാതയിൽ മാതാപിതാക്കന്മാർക്ക്, സമൂഹത്തിന് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടി നാം ആഗ്രഹിക്കണം. ഈ കാലഘട്ടം നിരാശയുടെ കാലഘട്ടമാകയാൽ യുവാക്കന്മാര് ലഹരി പദാർത്ഥത്തിൽ അകപ്പെട്ടപ്പോൾ ഇതില്ലാതെ മുൻപോട്ട് ജീവിക്കുവാൻ സാധിക്കാത്ത കാലഘട്ടം. ആ യുവാക്കന്മാരെ അഡിക്റ്റായ ശേഷം അല്പ ലഹരി പദാർത്ഥങ്ങൾക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, മാധ്യമങ്ങളിലൂടെ അനേക പ്രിയപ്പെട്ടവര്, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളൊക്കെയും ഈ ലഹരിക്ക് വേണ്ടി സ്വന്തം മാതാവിനെയും പിതാവിനെയും കഷ്ണമാക്കുന്ന അനേക വാർത്തകൾ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. നമ്മുടേതായ തലമുറ വഴിതെറ്റിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ അവർ ക്രിസ്തു യേശുവിന് വേണ്ടിയും നല്ലൊരു ഭടന്മാരായി ഭാവിയിൽ ജീവിക്കേണ്ടവരൊക്കെയും നിരാശയോടാകുമ്പോൾ സാമ്പത്തികം ഇല്ലെങ്കിൽ പോലും സ്വന്തം മക്കളെ അവിടെ വിദ്യാഭ്യാസം അയക്കുന്നതായ മാതാപിതാക്കന്മാർ ഇനി എന്ത് ചെയ്യും, എപ്രകാരം അവർക്ക് നല്ലൊരു ഭാവി ഒരുക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്നതായ മാതാപിതാക്കന്മാര് നിരാശയോടെയാണ്. കാരണം എന്താണ്? അവരുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നതായ ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരം യാതൊരു കാരണവശാലും നമ്മുടെ തലമുറ നാശത്തിന്റെയും നിരാശയുടെയും പാതയിൽ പോകുവാൻ പാടില്ല. കാരണം എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും, ഓരോ സെക്കൻഡും, ഓരോ ഏടുകളും നാം പരിശോധിച്ചാൽ നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ഉന്നതന്മാരൊക്കെയും ഈ പാപപ്രവൃത്തികൾ മുഖാന്തരം സമാധാനമില്ലാതെ ഭവനങ്ങൾ വിശ്രമിക്കുന്നതായി കാണുവാൻ സാധിക്കും. കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള ഭവനത്തിൽ നാം ഒന്ന് പരിശോധിച്ചാൽ മാതാപിതാക്കന്മാര് കുഞ്ഞുങ്ങൾ തമ്മിൽ പരസ്പരം കാണുന്നുണ്ടെങ്കിൽ പോലും അവരുടെ കാര്യം എന്താന്ന് അന്വേഷിക്കാൻ പോലും
സമയമില്ലാത്തതായ മാതാപിതാക്കൾ മറ്റൊരു വിധത്തിൽ ജോലി സംബന്ധമായ നിരക്ക് അവരുടെ ജീവിതത്തിൽ പല ടെൻഷനൊക്കെ ആയിരിക്കുമ്പോഴായിരിക്കും തങ്ങളുടെ മക്കൾ തങ്ങളെ സംരക്ഷിക്കുമ്പോൾ അവര് മുഖാമുഖമായി അല്പനേരം ആശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും വാക്കുകൾ അവർക്ക് പകർന്നു കൊടുക്കുവാൻ സമയമില്ലാത്ത മാതാപിതാക്കന്മാരെ കാണുവാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ തലമുറ നാശത്തിന്റെയും നിരാശയുടെയും മദ്യത്തിനും മയക്കുമരുന്നും മറ്റ് അധാർമികമായ പ്രവർത്തനങ്ങൾക്ക് കടന്നു പോകാതിരിക്കാനൊക്കെ വേണം നാം വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നതായ കാലങ്ങൾ അതൊക്കെ അതിക്രമിച്ചിരിക്കുകയാണ്. ലോക രക്ഷകനായ യേശുക്രിസ്തു എന്ന നല്ല ഗുരുവിനെ അവർക്കൊരു മാതൃകയായി കാണിച്ചു കൊടുത്താൽ ആ സ്നേഹത്തിന്റെ ആഴവും പൂർണ്ണമായും അറിയുവാൻ സാധിക്കും. സന്തോഷമില്ലാത്ത തലമുറയ്ക്ക് ക്രിസ്തയേശുവിന്റെ സമാധാനവും പ്രത്യാശയുമൊന്ന് അവരിലേക്ക് പകർന്നു കൊടുക്കുക. കാലം തെറ്റിയതായ ഈ സാഹചര്യത്തിൽ യേശുക്രിസ്തു വളരെ അധികം ഈ ലോകത്തെ സ്നേഹിച്ചതായി കാണുവാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിൾ വളരെ ശക്തമായി വിളിച്ചു പറയുകയാണ്, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്ന ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ യേശുക്രിസ്തു പിതാവായ ദൈവം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഈ ലോകത്തുള്ളതായ മാനവരാശിയെ മുഴുവനും ആണെന്നും പെണ്ണെന്നും വൃദ്ധന്മാരും ബാലന്മാരുമെന്ന് വ്യത്യാസമില്ലാതെ സകല മനുഷ്യരെയും സ്നേഹിച്ച സ്നേഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ആ